പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുക്കുന്ന ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ശക്തിയും ആർജവവും അറിയിക്കാൻ കച്ചകെട്ടി ഇന്ത്യ. അതെ, ഇതിന്റെ ഭാഗമായി ഒട്ടേറെ വ്യത്യസ്തതകളാണ് ഇന്ത്യൻ വ്യോമസേന അണിയറയിൽ ഒരുക്കുന്നത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേനയുടെ C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആദ്യമായി പങ്കെടുക്കുമെന്ന് IAF അറിയിച്ചു. ഇത്തവണ ഫ്ലൈ പാസിൽ പങ്കെടുക്കുന്നത് വ്യോമസേനയുടെ 51 വിമാനങ്ങളാകും. 1971 യുദ്ധകാലത്ത് പാകിസ്ഥാനെ തുരത്താനുള്ള രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി IAF നയിച്ച തങ്കയിൽ എയർഡ്രോപ്പ് പുനരാവിഷ്കരിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ശത്രു രാജ്യത്തേക്ക് ബറ്റാലിയനെ അയക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി മാക്രോൺ ജനുവരി 25-ന് ജയ്പൂർ പിങ്ക് സിറ്റി, അതിനുശേഷം 26-ന് ഡൽഹിയും സന്ദർശിക്കും. റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മാക്രോണിനെ ക്ഷണിച്ചത്. പ്രധാനമന്ത്രിക്കൊപ്പം മാക്രോണിനും ജയ്പൂരിൽ ഔദ്യോഗിക സ്വീകരണം ലഭിക്കും. അതോടൊപ്പം റോഡ് ഷോയും ഉണ്ടായിരിക്കും. ജയ്പൂർ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയും മാക്രോണും തമ്മിൽ സുപ്രധാന പ്രതിനിധി ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും നടത്തും. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. ഒരു ഡെക്കോഡ വിമാനവും 2 ഡോർണിയറുകളും ആകും റിപ്പബ്ലിക് ദിനത്തിൽ പറക്കുക. IAFന്റെ 29 യുദ്ധവിമാനങ്ങളും 8 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും 13 ഹെലികോപ്റ്ററുകളും ഒരു ഹെറിറ്റേജ് എയർക്രാഫ്റ്റും ഉൾപ്പെടുന്ന മൊത്തം 51 വിമാനങ്ങൾ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ഫ്ലൈ പാസിൽ പങ്കെടുക്കും. ഇതിൽ കരസേനയുടെ 4 ഹെലികോപ്റ്ററുകളും നാവികസേനയുടെ ഒരു മാരിടൈം പെട്രോളിംഗ് വിമാനവും ഉൾപ്പെടുന്നുണ്ട്. അവ 2 വ്യത്യസ്ത രൂപങ്ങളായി പറക്കും. ആകെ 48 അഗ്നി വീർവായു സ്ത്രീകൾ ഈ സംഘത്തിന്റെ ഭാഗമാകും. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സൃഷ്ടി വർമ്മ സംഘത്തിന്റെ സൂപ്പർ ന്യൂമറ്റി ഓഫീസറായി മാർച്ച് ചെയ്യും. WG-CDR മനീഷ് ശർമ്മ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ IAFന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യൻ സൈന്യം മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധ സംവിധാനങ്ങളും പ്ലാറ്റ്ഫോമുകളും പ്രദർശിപ്പിക്കും. കൂടാതെ NCH പ്രചന്ദ് ഹെലികോപ്റ്റർ, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, നാഗാൻഡി ടാങ്ക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയാകും ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കുന്നത്. HAL രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ആദ്യ തദ്ദേശീയ മൾട്ടിറോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് LCH പ്രചന്ദ്. ശക്തമായ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യാനും വ്യോമാക്രമണം നടത്താനും ഇതിന് കഴിവുണ്ട്. ആധുനിക സ്റ്റെൽത്ത് സവിശേഷതകൾ, ശക്തമായ കവച സംരക്ഷണം, രാത്രി ആക്രമണ ശേഷി എന്നിവ ഹെലികോപ്റ്ററിനുണ്ട്. ഇൻഡോ പസഫിക്കിലെ പ്രധാന സഖ്യകക്ഷികളാണ് ഇന്ത്യയും ഫ്രാൻസും. ശക്തമായ പ്രതിരോധ ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ വിക്രാന്തിന് വേണ്ടി 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 3 ഡസൻ ഇലക്ട്രിക് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ മുംബൈയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളും നടന്നുവരുന്നുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ക്ഷണം ലഭിച്ച രാജ്യമെന്ന സവിശേഷത ഫ്രാൻസിനുണ്ട്. ഇത് 6ാം തവണയാണ് ഫ്രഞ്ച് നേതാവ് തലസ്ഥാനത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഇത് കൂടുതൽ ദൃഢമാക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും ഫ്രാൻസും പ്രാദേശികവും ആഗോളവുമായ വിഷയത്തിൽ ഉയർന്ന തോതിലുള്ള രാജ്യങ്ങളാണ്. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ 25ാം വാർഷികമാണ് ഇരു രാജ്യങ്ങളും ആഘോഷിക്കുന്നത്. പാരീസിൽ കഴിഞ്ഞ വർഷം ജൂലൈ 14-ന് നടന്ന ബാസ്റ്റിൽ ഡേ പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 9, 10 തീയതികളിൽ G20 ഉച്ചകോടിക്കായി പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യ സന്ദർശിച്ചിരുന്നു.